നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിന് വെട്ടക്കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് റീപ്ലേസ് ചെയ്ത് വിടുക. ശരിക്കും ഇങ്ങനെ ബൾബ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഹെഡ്ലൈറ്റിൻ്റെ വയറിങ് മാറേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ പുതിയ വയറിംഗ് കിറ്റ് മേടിച്ച് വെക്കേണ്ട ഒരാവശ്യമുണ്ടോ? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട്. സുമേഷ് ചോട്ടയാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ബ്രോ, എൻ്റെ കാർ എസ്പ്രസോയാണ്. അതിൻ്റെ ഹെഡ്ലൈറ്റ് മാറുമ്പോൾ കേബിൾ മാറി പവർ കൂടിയ കേബിൾ ലൈൻ വെക്കണോ, അതോ ഹെഡ്ലൈറ്റ് മാത്രം മാറിയാൽ മതിയോ? ഓക്കെ, ഇതിനകത്ത് ഹെഡ്ലൈറ്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഹെഡ്ലൈറ്റ് ബൾബ് തന്നെയാണ്. അപ്പോൾ ശരിക്കും എസ്പ്രസോ എന്ന് പറയുമ്പോഴത്തേക്കും എസ്പ്രസോ വാഹനത്തിൽ വരുന്ന H4 എന്ന് പറയുന്ന ബൾബാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ H4 യൂസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും കമ്പനി അതിനകത്ത് പറയുന്ന 55 വാട്ട്സ് ആണ്, 55 വാട്ട്സ് ആണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്യുന്ന ഒരു 60 വാട്ട്സ് ആണെന്നുള്ളത്, അതായത് ഒരു 60 വാട്ട്സിൻ്റെ ഒരു ബൾബ് നമ്മൾ ആഡ് ചെയ്താലോ അല്ലെങ്കിൽ ഒരു 65 വാട്ട്സിൻ്റെ ബൾബ് ആഡ് ചെയ്താലും വേറെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഇതിനകത്ത് വേറെ വയറിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതായത് വയറിങ് ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല, ഹെഡ്ലൈറ്റ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അഡീഷണൽ റിലേ വരുന്ന ലൈൻ ഫിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നോർമൽ ഒരു റിലേ ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിൽ കൂടിയ വാട്ട്സിൻ്റെ, അതായത് ഇപ്പോൾ ഏകദേശം ഒരു 190-190ൻ്റെയൊക്കെ ബൾബ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അഡീഷണൽ ആയിട്ട് നമുക്ക് ആ 190ൻ്റെ ബൾബ് ഫിക്സ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അതിനകത്തൊരു റിലേ കിറ്റ് മേടിച്ച് ആഡ് ചെയ്താലേ പറ്റത്തുള്ളൂ. കാരണം വയറിങ് ഒരുപാട് ഹീറ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. കൂടുതലാണ് ഉറപ്പായിട്ടും നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ഒരു വയറിങ് ആഡ് ചെയ്യണം, മീൻസ് ഈ റിലേ ആഡ് ചെയ്യണം. പക്ഷേ അതേ സ്ഥാനത്ത് നിങ്ങളൊരു LED മാറുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഒരു 25 വാട്ട്സിൻ്റെ LED അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് കിട്ടും. പക്ഷേ അതേ സ്ഥാനത്ത് 50 വാട്ട്സിൻ്റെയൊക്കെ LED മേടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഫാർ മോർ ബെറ്റർ ഒരു 2 ഇരട്ടി, അതായത് നമ്മുടെ സാധാരണ ഒരു ഹാലജൻ ബൾബ് വരുന്നതിനെ കഴിഞ്ഞും അതിൻ്റെ ഒരു 2 അല്ലെങ്കിൽ 3 ഇരട്ടി പ്രകാശം നമുക്ക് ഉറപ്പായിട്ടും LED ബൾബ് ആഡ് ചെയ്യുകയാണെങ്കിൽ കിട്ടും. LED എന്ന് പറയുമ്പോൾ നമ്മുടെ ഒസറാം എന്നൊക്കെ പറയുന്ന ബ്രാൻഡ് എപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. ആ ബ്രാൻഡൊക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക്, അതായത് ഈ വെട്ടമില്ല എന്ന് പറഞ്ഞ പ്രശ്നങ്ങളുള്ള ഒരുപാട് പേരുണ്ട്. പലരും എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. കാരണം കമ്പനി വരുന്ന ബൾബിന്, അതായത് കമ്പനിയിൽ നമുക്ക് ഏത് വാഹനം എടുക്കുമ്പോഴും അതിൽ കിട്ടുന്ന ഒരു ബൾബിൻ്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ കണക്കായിരിക്കും. പക്ഷേ നമ്മൾ അഡീഷണലായിട്ട് ആഡ് ചെയ്യുന്ന ഒരു ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും അതിന് പ്രകാശം കൂടുതലുണ്ടായിരിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, വാട്ട്സ് കൂടിയതായിരിക്കും. വാട്ട്സ് കൂടിയതായതുകൊണ്ടാണ് പ്രകാശം കൂടുതൽ കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, മാക്സിമം നമ്മൾ LED ഇടാൻ നോക്കുക, ഹാലജൻ ബൾബ് ഒഴിവാക്കാൻ ശ്രമിക്കുക. പലരും പറയാൻ ഹാലജൻ ആണ് നല്ലത്, പക്ഷേ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഹാലജനെ കഴിഞ്ഞും ഫാർ മോർ ബെറ്റർ ആണ് LED യൂസ് ചെയ്യുന്നത്. HID ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഈ ഒരു സെനീറിയോയിൽ, ഇനി അങ്ങോട്ടുള്ള സെനീറിയോയിൽ ഏറ്റവും നല്ലത് നമുക്ക് LED തന്നെ നോക്കുന്നതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ സർവീസിങ് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്, റിലയബിലിറ്റിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. എങ്ങാനും അഴിച്ചു മാറ്റണമെന്നുണ്ടെങ്കിൽ അതും പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. പക്ഷേ HID വല്ലതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ ഇച്ചിരി മെനക്കേണ്ടുള്ള കാര്യമാണ്. വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക, ഇതിൻ്റെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയത്തില്ലാത്ത ആൾക്കാർക്ക് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ ആ വീഡിയോയും കൂടെ ആഡ് ചെയ്തേക്കാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു HID ഫിറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി വരും എന്നുള്ളത് വളരെ വൃത്തിയായിട്ട് ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഇതുപോലെ ഹെഡ്ലൈറ്റിൽ വെട്ടക്കുറവ് ഉണ്ടെന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ LED കൺവേർട്ട് ചെയ്താലും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഏത് ലൈറ്റ് ഇട്ടാലും, LED ഇട്ടാലും ഹാലജൻ ഇട്ടാലും ഒരു കാരണവശാലും ഹൈ ബീം ഇട്ട് ഓടിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഹൈ ബീം ഇടേണ്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് വേറെ വാഹനങ്ങളൊന്നും വരുന്നില്ല, വഴി കാണാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഹൈ ബീം ഇടാൻ സാധിക്കും. പക്ഷേ അങ്ങനെ ഹൈ ബീം ഇട്ടാലും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു വാഹനം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഹൈ ബീം ഓഫ് ചെയ്യാൻ വേണം. ഇനി നിങ്ങളൊരു ഹൈ റേഞ്ച് ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ നല്ലൊരു കയറ്റമൊക്കെ കയറുകയാണെങ്കിൽ ഒരു കാരണവശാലും ഹൈ ബീം ഇടരുത്, ലോ ബീം തന്നെ ഇടണം. ഇറങ്ങുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡ് വേറെ വാഹനങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഹൈ ബീം ഇട്ട് തന്നെ വാഹനം ഓടിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഹൈ ബീം ഇടുന്ന എല്ലാവരും, അതായത് ബ്രൈറ്റ് യൂസ് ചെയ്യുന്ന എല്ലാവരും മനസ്സിലാക്കുക, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന ഒരു വാഹനത്തിന് ബുദ്ധിമുട്ടാവും. നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി. നമ്മൾ വാഹനം ഓടിക്കുമ്പോഴും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരാൾ വെട്ടം നമ്മുടെ കണ്ണിലോട്ട് അടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണോ അത് തന്നെയായിരിക്കും എതിർവശത്ത് നിന്ന് വരുന്ന ആ വാഹനം ഓടിക്കുന്ന വ്യക്തിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളൊരു ഹൈ ബീം ഇട്ട് ഓടിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് ചേഞ്ച് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ, റിലേയുടെ ആവശ്യമോ അല്ലെങ്കിൽ ഒരു വയറിംഗ് കിറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ ഈ 100 വാട്ട്സ് ഒക്കെ നമ്മൾ ഇടുകയാണെങ്കിൽ, 100-90 ഒക്കെ ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ടും അഡീഷണൽ വയറിംഗ് കിറ്റ് നിങ്ങൾ ആഡ് ചെയ്തേ ചെയ്യാവുള്ളൂ.